വളരെ രസകരമായ ഒരു പ്രോഡക്റ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആ പ്രോഡക്റ്റ് നമുക്ക് 3 രീതിയിൽ വിൽക്കാൻ പറ്റും. ഒന്ന്, 50 രൂപയ്ക്ക് വാങ്ങി 300 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അതായത് ഒരു ലോട്ട് നമ്മൾ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് 250 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ്. നമ്മൾ 300 വിൽക്കുന്നില്ല, 300 മാർക്കറ്റ് വിലയാണ്. നമ്മൾ 300 വിൽക്കുന്നില്ല, 250 വിൽക്കുന്നെങ്കിൽ പോലും നമുക്ക് 200 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇന്നിവിടെ പറയുന്നത്. ഈ പ്രോഡക്റ്റ് വീട്ടമ്മമാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റിൻ്റെ മറ്റ് കാറ്റഗറികൾ കൊണ്ട് വീട്ടമ്മമാർ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾ വിൽക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചൂടപ്പം പോലെ വിറ്റുപോകുന്ന ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് ആ പ്രോഡക്റ്റ് എന്താണ് എന്നറിയാം, എവിടെ നിന്ന് കിട്ടും എന്നറിയാം, എന്താണ് അതിൻ്റെ ഉപയോഗങ്ങൾ എന്നറിയാം, എങ്ങനെ ഇത് മാർക്കറ്റ് ചെയ്യും എന്നറിയാം, ആ 3 വഴികൾ ഏതൊക്കെയാണ് എന്നറിയാം. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്ക് ഞങ്ങൾക്ക് എന്നും ഒരു പ്രചോദനമാണ്. കൂടാതെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കറിയാം, നമ്മൾ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. കൂടാതെ നമ്മൾ ഇവിടെ റെഫർ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ലിങ്കും അവിടെയാണ് ഇടുന്നത്. അപ്പോൾ ആ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ നമ്മളുടെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ബിസിനസ് ഐഡിയാസ് മലയാളം എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവിടെ കയറി ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തുമാകട്ടെ അതിനെക്കുറിച്ചുള്ള ഫ്രീ മാറ്റർ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ അത് മെസ്സേജായിട്ട് അയക്കണം എന്ന് മാത്രം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നിവിടെ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, സ്ക്രബ്ബറിനെ കുറിച്ചാണ്. സ്ക്രബ്ബറിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് സ്ക്രബ്ബറിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബറിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കെട്ടി ഒരു പന്ത് പോലെയാണ് വരുന്നത്. 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ അത് അഴിഞ്ഞു പോകും. അതോടുകൂടി പാത്രം കഴുകൽ അവതാളത്തിലാകും. രണ്ടാമത്തെ കാര്യം സ്റ്റീൽ സ്ക്രബ്ബറാണ്. സ്റ്റീൽ സ്ക്രബ്ബറിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ആ സ്റ്റീലിൻ്റെ പാർട്സ് ചെറുതായിട്ട് ഒടിഞ്ഞിട്ട് ഒരു പക്ഷേ ഈ പാത്രങ്ങളുടെ ഇടയ്ക്ക് കയറിയിരിക്കാനും അതിൽ കൂടെ നമ്മളുടെ ആഹാര പദാർത്ഥങ്ങളിലേക്ക് അത് എത്താനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൂടാതെ ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ആ മൂർച്ചയൊക്കെ പോയിട്ട് പിന്നെ ഒന്നിനും കൊള്ളാത്തൊരു സാധനമായിട്ട് മാറുന്നതും കാണാറുണ്ട്. അതിനൊരു പ്രതിവിധിയായിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അതായത് വയർ കൊണ്ടുള്ള, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വയർ കൊണ്ടുള്ള ക്ലോത്താണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട്. ആ ക്ലോത്ത് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം, മടക്കി വെക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ ഡിഷ് വാഷ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പാത്രം കഴുകുക. പാത്രം കഴുകുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല അരമുള്ള ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ അഴുക്ക് ഏറ്റവും വേഗത്തിൽ ഏറ്റവും വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യപ്പെടുന്നു. അതുകൂടാതെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നല്ല രീതിയിൽ വൃത്തിയാക്കുമ്പോഴും നിങ്ങളുടെ പാത്രങ്ങൾക്ക് ഒരു സ്ട്രെയിൻ പോലും സംഭവിക്കത്തില്ല, ഒരു സ്ക്രാച്ച് പോലും വീഴില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇത് മെറ്റൽ വയർ ക്ലീനിങ് ക്ലോത്ത് ആണ്. നിങ്ങൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെ വിൽക്കും എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഒന്ന്, നമുക്കിത് ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യാം, മാക്സിമം പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. 2, റീറ്റെയിൽ ഷോപ്പുകൾ വഴി നമുക്ക് വിൽക്കാം. അപ്പോൾ പ്രോഫിറ്റ് റേഷ്യോ കുറയും, എന്നാലും നല്ല കച്ചവടം നടക്കും, നമുക്ക് സ്ട്രെയിൻ കുറവായിരിക്കും. മൂന്നാമത്തേത്, നമ്മൾ സ്റ്റോക്കിസ്റ്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് ഹോൾസെയിൽ ഷോപ്പുകൾക്ക് സപ്ലൈ ചെയ്യാം. അപ്പോഴും നമുക്ക് പ്രോഫിറ്റിൽ കുറച്ചുകൂടെ ഇടിവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ പ്രോഫിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുക. ഈ 3 രീതിയാണ് ഇത് ഇവിടെ അവലംബിക്കാൻ നമുക്ക് പറ്റുന്നത്. നമുക്കിനി ഇത് എങ്ങനെയാണ് റീറ്റെയിൽ വിൽക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ നമുക്കത് റീറ്റെയിലായിട്ട് പോകുന്ന റേറ്റ് ഒന്ന് നോക്കാം. ഇവിടെ 10 പീസിന് 299 രൂപയാണ്, അതായത് 29 രൂപയാണ് പെർ പീസിന് വില വന്നിരിക്കുന്നത്. ഇവിടെ 247 രൂപയാണ്, അതായത് 24 രൂപ 70 പൈസ വില വന്നിട്ടുണ്ട്. ഇവിടെ വീണ്ടും 299, 249, ഇവിടെ 10 പീസ് 299, ഇവിടെ 5 പീസ് 195, 10 പീസ് 297, 189. ഇതേ രീതിയിലാണ് ഇതിൻ്റെ വില പോകുന്നത്. ഏകദേശം നമുക്ക് 250 രൂപ മുതൽ 300 രൂപ വരെ 10 പീസിന് വാങ്ങിക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ്.
ഓൺലൈനിൽ പോയാലും ഈ റേറ്റിലാണ് കിട്ടുന്നത്. ഓഫ്ലൈൻ മാർക്കറ്റിൽ വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. റീറ്റെയിൽ വിൽക്കുന്ന റേറ്റും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എന്തായിരിക്കും അതിൻ്റെ ആക്ച്വൽ ഹോൾസെയിൽ പ്രൈസ് എന്നുള്ളത് നോക്കാം. ഒരു പീസിന് 5 രൂപയാണ് ഇവിടെ വില. ഇവിടെ 8 രൂപ വിലയുണ്ട്. ഇവിടെ 11 രൂപ വില കാണിക്കുന്നുണ്ട്. 15 രൂപ, 6 രൂപ, 10 രൂപ, ഇങ്ങനെ പലതരത്തിലുള്ള വില ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ, അതായത് ഇവരോട് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 രൂപ എന്നുള്ളത് അതിലും താഴ്ന്ന് ഈ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. എനിവേ 5 രൂപയാണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് 10 പീസിന് 50 രൂപയാണ് വില വീഴുന്നത്. ഈ പ്രോഡക്റ്റാണ് നമ്മൾ 299 രൂപയ്ക്ക് ഓൺലൈനിൽ വിൽക്കുന്നതായിട്ട് കണ്ടത്. റീറ്റെയിലായിട്ട് ഈ പ്രോഡക്റ്റ് കിട്ടുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഹോൾസെയിലായിട്ട് കിട്ടുന്ന ലിങ്ക് നമ്മളുടെ ടെലിഗ്രാം ചാനലിലാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ കയറി, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കയറി അവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അവിടെ ഉള്ള ലിങ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. 2 കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏത് രീതിയിൽ വിൽക്കണം എന്നുള്ളത്. ഞാൻ 3 രീതി അവിടെ പറഞ്ഞു. കൂടാതെ 4മതൊരു രീതി ബോണസ് ആയിട്ട് കൂടെ പറയാം. ഈ പ്രോഡക്റ്റ് നമ്മൾ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മളുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റ പോലെയുള്ള സോഷ്യൽ മീഡിയംസ് ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് പാർട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യം, ഓൺലൈനിൽ ഈ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്, അതിൻ്റെ വില നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതിനേക്കാൾ ഒരുപാട് താഴ്ത്തി കൊടുക്കണം എന്ന് മാത്രം. അങ്ങനെ കൊടുത്താൽ പോലും നിങ്ങൾക്ക് വലിയ ലാഭമാണ്. 10 പീസിൻ്റെ ഒരു ബണ്ടിൽ വിൽക്കുമ്പോൾ 100 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ പോലും വളരെ വലിയ പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഒരു ദിവസം നിങ്ങൾക്ക് 10 ബണ്ടിൽ വിൽക്കാൻ പറ്റിയാൽ 1000 രൂപ അങ്ങനെ കിട്ടും. പെർ ഡേ ആണ് പറയുന്നത്. 25 ദിവസമുണ്ട്. 25,000 രൂപ എങ്ങും തൊടാതെ നിങ്ങൾക്ക് ലാഭമുണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ 10 വീടുകളിൽ കൊടുക്കാൻ പറ്റിയാൽ, അതായത് 10 ബണ്ടിൽ നമ്മൾ 10 വീടുകളിൽ കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് ഒരു ബണ്ടിലിൽ 200 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. 200 × 10 2000 രൂപ പെർ ഡേ പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 25 ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ പ്രോഫിറ്റ് കിട്ടും. എങ്ങനെ പോയാലും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഇത്. കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യുക, മാർക്കറ്റ് പഠിക്കുക, അതിനുശേഷം മാത്രമേ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളിൽ കൈകടത്താൻ പാടുള്ളൂ. ഇവിടെ വീഡിയോയിൽ നമ്മൾ റെഫർ ചെയ്തത് ഇങ്ങനൊരു ബിസിനസ് ഐഡിയ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. പണം നിങ്ങളുടേതാണ്, സമയം നിങ്ങളുടേതാണ്, മാർക്കറ്റ് നിങ്ങളുടേതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ സ്റ്റഡി ചെയ്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു അവലോകനത്തിൽ എത്താൻ പറ്റുകയുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.